കട്ടുപിടിച്ച സർക്കാർ, പ്രളയ ഫണ്ട് കട്ടുപിടിച്ച സർക്കാർ, കൊറോണ ഫണ്ട് കട്ടുന്ന സർക്കാർ ഇന്ന് വയനാട്ടിലെ ആ ദുരിതബാധിതർക്ക് നൽകാൻ 1600 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുമ്പോ ഒരു ചില്ലിക്കാശ് പോലും അവർക്ക് വേണ്ടി ചെലവാക്കാത്ത ജനവിരുദ്ധ സർക്കാർ, ആ സർക്കാർ രാജിവെക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുന്നില്ല. ഈ പ്രതിഷേധ പരിപാടി കളക്ടറേറ്റ് മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരാധനായിട്ടുള്ള MP രമേശ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KK അനീഷ് കുമാർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നാഗേഷ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ KR ഹരി, ശ്രീ ക്രിസ്ത്യൻ ജേക്കബ്, ബഹുമാനരായ മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിക്കുന്ന പശ്ചാത്തലം ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും വസ്തുതകളും സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാൻ 1% പോലും അർഹതയില്ലായെന്ന് തെളിവാക്കുന്നതാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഈ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊന്നും ചെറിയ ആരോപണങ്ങളല്ല. സാധാരണ ഗവൺമെന്റുകൾക്കെതിരായി ഉയർന്നു വരുന്നതിനുള്ള ഒരു കേവലം അഴിമതി ആരോപണം മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. ആ കൊള്ളപ്പണം മുഴുവനും ഉപയോഗപ്പെടുത്തുന്നത് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറെ കാലമായി പല കോണുകളിലും ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ ആരോപണങ്ങളെല്ലാം വസ്തുതപരമായിട്ട് ശരിയാണ് എന്ന് ഇന്ന് ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നപ്പോൾ ആ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ കള്ളക്കടത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നായിരുന്നു. ആ കേസിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വർഷങ്ങളോളം ജയിലിൽ കിടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള ആരോപണവും ആ പണം മുഴുവനും തന്നെ രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് NIA പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിന്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത്, ഇതിന്റെയെല്ലാം വസ്തുതകൾ പുറത്തു വന്നിട്ടുള്ളത്. ആ വസ്തുതകൾ പുറത്തു വരുമ്പോൾ പലരെയും ഇത് വെപ്രാളപ്പെടുത്തുന്നുണ്ട്, പലരെയും നിർമ്മപിടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കള്ളക്കടത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറാതെ വരുന്നത്? മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വെള്ളം കൂടാതെ വരികയാണല്ലോ. മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്. ആ കള്ളക്കടത്തിന് പുറകിൽ രാജ്യദ്രോഹ ശക്തികളാണുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അത് തൊട്ടു പിറ്റേ ദിവസം മുഖ്യമന്ത്രി തന്നെ നിഷേധിക്കുകയാണല്ലോ. ആ വാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഡൽഹിയിൽ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു ദിനപത്രത്തോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. ആ പിടിക്കപ്പെട്ടിട്ടുള്ള സ്വർണം രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഒരു ജില്ലക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തിന്റെ ശ്രദ്ധ തിരിക്കാനെതിരെ ഇവരെല്ലാവരും പരിശ്രമിക്കുന്നത്. എന്റെ ആ വിഷയം ചർച്ചയാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മറ്റു പല വിഷയങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള വിഷയത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. PDMകൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരളത്തിലെ ADGPയും ചേർന്നുകൊണ്ട്
എന്ന ഈ സുപ്രധാനമായിട്ടുള്ള ആരോപണം വി ഡി സതീശൻ ഏറ്റെടുക്കാത്തത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നെ ഈ ആരോപണം ഏറ്റെടുക്കാത്തത്? ADGP, BJP, RSS നേതാക്കന്മാരെ കണ്ടു എന്നുള്ള ആരോപണത്തിന്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മാധ്യമങ്ങളും ഇതേ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ കുറിച്ച് എന്താ ഒന്നും മിണ്ടാത്തത്? കേരളത്തിൽ ക്രമസമാധാന ചുമതല ADGP-യും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ടാണ് ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ആ ആരോപണത്തെ കുറിച്ച് എന്താ ഒന്നും മിണ്ടാത്തത്? ഇതേ കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കള്ളക്കടത്തെല്ലാം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു ജ്വല്ലറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കള്ളക്കടത്തിന്റെ ഗൂഢാലോചന നടക്കുന്നത്. പോലീസ് സംഘം ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്ത് അത് ഇടുക്കി മാറ്റുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ജ്വല്ലറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് ഇതേ അൻവറാണെന്ന് ആരോപണം ഉന്നയിച്ചത്. എന്റെ പ്രതിപക്ഷ നേതാവ് ആ ആരോപണം ഏറ്റെടുക്കാത്തത്? കേരളത്തിൽ ADGP-യും PCC-യും ചേർന്നുകൊണ്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊലപ്പെടുത്തുന്നു എന്ന് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. എന്ന ഈ ആരോപണം വി ഡി സതീശൻ ഏറ്റെടുക്കാത്തത്? അപ്പൊ കേരളത്തിൽ ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കുറെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സമാധാനം തകർക്കുന്ന ആരോപണമാണ്. ആ ആരോപണം ഈ നാടിന്റെ ദേശീയ സുരക്ഷയ്ക്ക് അപകടകരമായിട്ടുള്ള ആരോപണമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ആരോപണങ്ങളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ആകെ ADGP ഏതെങ്കിലും RSS-കാരെ കണ്ടോ എന്ന ആരോപണത്തിന്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷവും മാധ്യമ പ്രവർത്തകന്മാരും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ അൻവറിന്റെ വെളിപ്പെടുത്തലിന് പുറകിലുള്ള രാഷ്ട്രീയം കാണാതെ പോവുകയാണ്. അത് കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കോഴിക്കോട് വിമാനത്താവളത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മയക്കുമരുന്നും ലഹരി ഉപയോഗങ്ങളും ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് മുഖ്യമന്ത്രി ഓഫീസ് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സൂചിപ്പിക്കാനാക്കുന്നത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു? ഞങ്ങൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? എപ്പോഴെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അതിനെല്ലാം പുച്ഛിച്ചു തള്ളിയവരാണല്ലോ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ. പക്ഷെ ഇന്ന് അതെല്ലാം വസ്തുതയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ചോദിക്കുന്നത്, മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല പണം ഈ ഉണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഉൾപ്പെടെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ? അതിനു പകരം ഞങ്ങൾ മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന യുക്തി എന്താണ്? ഒരു ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്തിലെക്കുമെന്ന് പറഞ്ഞാൽ ആ ജില്ലയെ ആക്ഷേപിക്കലാണോ? ഒരു ജില്ലയിൽ ഹവാല പണമിടപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജില്ലയെ ആക്ഷേപിക്കലാണോ?